ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എന്ന്? ഉത്തരം 1930 മാർച്ച് 12-ന്. എത്ര ദിവസത്തെ യാത്രയ്ക്കു ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തിയത്? ഉത്തരം 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 5-ന്. എത്ര അനുയായികളുമായാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്? ഉത്തരം 79. ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സബർമതി ആശ്രമം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്ന്? ഉത്തരം 1930 ഏപ്രിൽ 6. മഹാത്മാഗാന്ധി ജനിച്ച വർഷം? ഉത്തരം 1869 ഒക്ടോബർ 2. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? ഉത്തരം കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? ഉത്തരം പയ്യന്നൂർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നതാര്? ഉത്തരം CR ദാസ്. ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം MN റോയ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു? ഉത്തരം ജനുവരി 26. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ആർട്ടിക്കിൾ 51A. നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ലോകസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 5 വർഷം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? ഉത്തരം 1920. ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത്? ഉത്തരം ദണ്ഡി യാത്ര. ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം റിച്ചാർഡ് ആറ്റൺ ബറോ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.